ഹായ് ഹലോ, എന്തു പറ്റി? വിഷമത്തിലാണല്ലോ? അതോ മൂഡ് സ്വിങ്സ് ആണോ? എന്തായാലും ആ വിഷമമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിച്ചാലോ? തീരെ വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിൽ ആ മൂഡൊന്ന് മാറ്റിയെടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരട്ടെ. വെറുതെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇച്ചിരി ദൂരം നടക്കാൻ പോവുക, ഒരു കുഞ്ഞു വാക്ക്, അല്ലെങ്കിൽ കുറച്ച് സമയം ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, കുറച്ച് സമയം പ്രാർത്ഥിക്കാനായിട്ട് ചിലവഴിക്കുക. യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ എന്തെങ്കിലും റിലാക്സേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിഷാദം പോലെയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ടോ, അവരെ ഒന്ന് വിളിച്ച് മനസ്സിൽ എന്താണുള്ളതെന്നൊന്ന് സംസാരിച്ചാലോ? അല്പം ആശ്വാസം കിട്ടുന്നേ. പിന്നെ തീരെ സ്ട്രെസ്ഡ് ആണെങ്കിൽ അല്പനേരം ഒന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ മനസ്സ് നല്ല ഫ്രഷ് ആയിരിക്കും. ഒരു ബുക്കും പേനയും എടുത്ത് ഉള്ളിലുള്ളത് എന്താന്ന് വെച്ചാൽ എഴുതി അങ്ങ് തീർത്തോളൂ. ഒരു കുഞ്ഞു ജേർണലിങ്, ഒരു കുഞ്ഞു ഡയറി എഴുത്ത് മനസ്സിനെ ഒരുപാട് ആശ്വാസമാക്കും. ബൈക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ളവരാണോ? എന്നാൽ ഒരു കുഞ്ഞു ബൈക്ക് റൈഡ് പോകുന്നേ. നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് നിർത്തുക. നമ്മളൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, അങ്ങനെയുള്ള നെഗറ്റീവ് ടോക്ക് അങ്ങ് പതിയെ നിർത്തിയേക്കണം കേട്ടോ. എന്നിട്ട് അഫർമേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അല്പനേരം ബെഡിലോ നിലത്തോ യോഗ മാറ്റിലോ ഒക്കെ ഇരുന്ന് ഒരു ബെല്ലി ബ്രീത്തിങ് അങ്ങോട്ട് പാസ്സാക്കുക. ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ മൂഡിനെ കാം ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സുഖമുള്ള കുളി പാസ്സാക്കി തലയൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്താലോ, ആ വിഷമമൊക്കെ എങ്ങോട്ട് പോയിന്ന് ചോദിക്കും അല്ലേ? ഈ ഫോണിലിരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സ്വഭാവം കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. വിഷമം തോന്നുന്ന ഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നത് മനസ്സിന് നല്ലൊരു ആശ്വാസം കൊടുക്കാൻ സഹായിക്കും. ചായയൊക്കെ കുടിക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ തന്നെ അല്പം ആശ്വാസം ഉണ്ടാവും. പുതിയ ഹോബീസൊക്കെ തുടങ്ങണമെന്ന് ഒത്തിരി നാളായിട്ട് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വിഷമം തോന്നിയിരിക്കുന്ന ഈ സമയത്ത് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നേ. എന്തെങ്കിലും ഹോബീസൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യൂ. ഡാൻസ് ചെയ്യുമോ, പാട്ട് കേൾക്കുക, കുക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ. എല്ലാവരും അല്ലെങ്കിൽ വരയ്ക്കാൻ തുടങ്ങുകയോ എന്തെങ്കിലുമൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നേ. അതൊന്നിനും മനസ്സ് വരുന്നില്ലെങ്കിൽ ആ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചേ. വിഷമമൊക്കെ പമ്പ കിടക്കും. നിങ്ങളുടെ വിഷമത്തിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഓർക്കാൻ സമയം കിട്ടത്തില്ല, അത്രയ്ക്ക് ക്ലീൻ ചെയ്യാനുണ്ടെന്നേ. പിന്നെ ദിവസവും കഴിക്കുന്ന ഫുഡ്സിൻ്റെ ഒപ്പം ബ്രെയിൻ ഹെൽത്തി ഡയറ്റ് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബ്ലൂബെറീസോ ഡാർക്ക് ചോക്ലേറ്റ്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബ്രെയിനിനും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ.